നമഃ പാർവതീശം ഭജേ ഹര ഹര മഹാദേവ. ശ്രീ ജാനകീകാന്തസ്മരണൈ ജയ ജയ രാമ രാമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ സ്വദേവാത്മീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജിനം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രക്ഷസാന്തകം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവുതന്മേൽ. വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യുവാനേകാം ചെയ്യേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖവാരിജവാസേ ബാലേ വാരിധിതം നിൽത്തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലിരോധേണം കാലേ കാലേ പാരാതെ സലക്ഷണം തേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാസ്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുതനന്ദനപുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും ആവതുമല്ലല്ലോ. ചിന്മയനായ നിന്മാമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്രാദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ.
ശൂദ്രസമാചാര തൽപരനായൊരു ശൂദ്രകരിണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോട് കൂടെ ചേർന്ന്. നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്ര വനത്തിൽ നിന്നഹേകത. സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ തത്ര വേഗേന ചൊന്നേൻ. മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുവം നിർജ്ജനലോ ഘോരമാവനെ ദൃഷ്ട സസംഭ്രമം എന്നോടരുൾ ചെയ്തു. തിഷ്ഠ തിഷ്ഠത്വയാ കർത്തവ്യമത്ര കിം. ദുഷ്ടമതേ പരമാർത്ഥം പറയുന്ന തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാൻ അവർമ്മളോട് ഇഷ്ടം മതീയം പറഞ്ഞ് നൃപാത്മജ. പുത്രധാരാദികൾ ഉണ്ടെനിക്കെത്രയും ക്ഷുത്രുപീഡിതന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചെന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചെല്ലുന്നത് കേൾക്കണം. നിൻ കുടുംബത്തോട് ചെന്ന് ചോദിക്ക. നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്രൈവ ഞങ്ങൾ നിസംശയം. യുദ്ധമാകർണ്യ ഞാൻ വീണ്ടും പോയി ചെന്നു മൽപുത്ര രാജാരാജികളോട് ചോദ്യം ചെയ്തേൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊക്കെ ഒട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായി അവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സെ ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന് താപേന ചെന്നു നമസ്കരിച്ചേടിനാൻ. നിത്യതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിരുന്നന്തക്കരണവും തെക്വാ ധനുഷ്യരാദ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധോ. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിരുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത ഭൂരക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. സ്പൃഷ്ടമാമിത്യുക്ത്വാ പതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരരുൾ ചെയ്തു സത്ചെയ്തു. ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വത്യസ്തു ചിത്തശുദ്ധി സദൈവാസ്തു തേ. സദ്യ ഫലം വരും സജ്ജന സംഗമാ മാമിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടെന്നൊരുപദേശം. എന്നാൽ നിനക്കതിനാലേ ഗതി വരും.
അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദിജാധമാതിജാധപ മാമനാമിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേ ദുഷ്ട്രോപിവാൻ മോക്ഷമാർഗോപദേശേന രക്ഷയിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രദാനേന യുദ്ധമുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാൻ നിത്യം രാമ രാമരേത്യേവം ജപിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളം പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നു നീ യുദ്ധമനുഗ്രഹം ത്വദ്വാദത്വാ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാൻ നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകണ്ടെന്നുടൽ മൂടിച്ചമഞ്ഞിതു മറ്റും മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരെഴുന്നള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടന്നു ചെന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടിനേനാശുനാ കൂതരാൽ വാൽമീകമധ്യതോ ഇന്നു ജനിക്കയാൽ അഭിധാനവും ചെയ്താർ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായായ ദേവിയായി ബ്രഹ്മജ്ഞാനാക നീ വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാം നായ ദേവിയായി ബ്രഹ്മജ്ഞാനാകനി എന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുനി വന്നു തുടങ്ങി ഞാനിങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമാരാമ ഞാനിങ്ങനെയായി ചമഞ്ഞിടുന്നേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നിതെനിക്ക് മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണനിപുണത്രീശ ദശകുലപദേ സീതയാ സാർത്ഥം വസിപ്പതിനായൊരു മോദകരസസ്ഥലം രസസ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്ന് എഴുന്നള്ളിനാൻ അന്തിക്ക് ചേർന്നുള്ള ശിഷ്യപരിവൃതനാം മുനി ചിത്രകൂടാചലഗംഗയോരന്തരാ ചിത്രമായോരുടജൻ തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ച് ഇവിടെ ഇരിക്കൻ അരുൾ ചെയ്തു മന്മഥതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മാമരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാൻ ദേവമുനി പരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നത് പോലെ മന്ത്രിവരനാം സുമന്ത്രരുമേറിയോരന്തശുചാചെന്നയോധ്യ പുക്കീടിരാൻ വസ്ത്രേണ വക്രവുമാച്ഛാദ്യ കണ്ണുനീരത്യർത്ഥമിറ്റു വീണും തുടച്ചും കുത്തേരും അത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോട് നൃപനെ വണങ്ങിനാൻ ധാത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ
ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശ ചോദിച്ചു നിർവോത്തമൻ സോദരനോടും ജനകാത്മജയോടും ഏതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജ്ജനായ അതിപാപിയാമെന്നോട് ചൊല്ലുവാൻ എന്തോന്ന് ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മീ സമയായ ജാനകീദേവിയും. ഹാ രാമ ഹാ ഗുണവാരിധേ ലക്ഷ്മണ വാരീചലോചനാപാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാം എന്നരികത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേഴുന്ന ത്രിവേന്ദ്രനോടുൾത്താപമോടുര ചെയ്തു സുമന്ത്രരും. ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയേണ്ടവാജ്ഞയാം ശൃംഗിവേരാഖ്യപുരവാസവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്ധരേ കണ്ടു തൊഴുതിതു. ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നോ ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടു കൊടുത്ത് കൺകൊണ്ടു അത് തൊട്ട് പരിഗ്രഹിച്ച് അക്കുമാരന്മാർ ജടയും ധരിച്ചത്. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ ചൊല്ലേണമെന്നോട് താതനോടും ബലാലുള്ള ഉള്ളത്തിൽ ഉണ്ടാകാതിരിക്കണം. സൗഖ്യമായ അയോധ്യയിലേറ്റം വനങ്ങളിൽ സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ചെയ്യുക. പിതാവതി ഖിന്നേനായി വാർദ്ധക്യപീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും പഴുതെന്നോട് ചൊല്ലിനാളന പത്മവും താട്ടി മന്ദം മന്ദം അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം ശുശ്രൂപാദേശു സാഷ്ടാംഗം നമസ്കാരം തോണികരേരി ഗുഹനോട് കൂടവേ പ്രാണ വിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ. 4-5 നാഴിക ചെന്നവാറെ ധൈര്യമാലംബ്യഭേ മന്ദം നിവൃത്തിനായിടിരാൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ. ദത്തമല്ലോ പണ്ടു പണ്ടേ പരദ്വയം ഇഷ്ടമായൊരു കൈയ്ക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതനിപ്പാവി എന്തു പിഴച്ചിതു ദൈവമേ. ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ എന്നൊരു വാക്കുകൾ താവേന കേട്ട് മന്ദം പറഞ്ഞിടിനാൽ പുണ്ണിലൊരു കൊള്ളി വെക്കുന്നത് പോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായി ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാമ്പു ഉരുക്കിച്ചമച്ചായ വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചിതു കാരണം കേൾക്കനീ ശാപവൃത്താന്തം മനോഹരേ. സാക്ഷാൽ തപസ്വികളീശ്വരന്മാരല്ലോ അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാവിവേശനായി വാഹിനീ തീരേ വനാന്തരേ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനിസാദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളം അൻപോഴു മുക്കും വിധൗ. കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ട് കുംഭി
തുമ്പിക്കൈയിലംഭോഗം ഇതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാവേ ദൃഢമയച്ചിളിനേൻ ഹദോസ്മ്യഹം ഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷ്യവാക്യവും ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല കേനവാഹന്തഹദോഹം വിധി വൃഥാ പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മത്യനാദം കേട്ടു ഞാൻ അതിശ്രദ്ധനായി ചെത്തത്ത ചെന്നാൽ ഒടുന്തതാ താപസാബാലകൻ പാദങ്ങളിൽ വീണ് താപേന ചൊന്നാൻ മുനിസുതനോട് ഞാൻ സ്വാമിന്റെ ശരഥനാഥനായ രാജാവു ഞാൻ രാമപരാത്മാമപരാധിനം രക്ഷിക്ക വേണമേ ഞാൻ അറിയാതെ മൃഗയാവിന വിവശനായ ആന കണ്ണീർ കുടിക്കും ആദ്യമെന്നോർത്തു ബാണമെയ്തേൻ അതിപാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണ് കേണീടും എന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമ ചിത്ത മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ട് നേത്രവും കാണാതെ വർത്തിരും നേടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങ് ചൊല്ലുവൻ ദാഹം കൊടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തം എല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവൻ നിന്നെയും രക്ഷിക്കും എന്നോട് കാകന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയ നീ പ്രാണങ്ങൾക്കും പോകാഞ്ഞ് വീടയുണ്ടായേറ്റം ബാണം പറിക്ക നീ വൈകാരുതേതുമേ എന്നത് കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്നേ അവിടേക്കൽ സംഭ്രമത്തോട് ഞാൻ ചൊല്ലും ദശാന്തരേ വൃദ്ധതയോട് നേത്രങ്ങളും പെട്ടർദ്ധരാത്രിക്ക് വിശന്നു ദാഹിച്ച് അഹോ വർത്തിക്കും ഞങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റില്ല ഒരാശ്രയം ഞങ്ങൾക്കൊരു നാളും മറ്റു ഭവാനൊടിഞ്ഞിതു കൈ വൈകിടുവാൻ ഭക്തിമാനേറ്റം മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാവരാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മൽപാദ വിന്യാസ ജധ്വനി കേൾക്കായി കാൽപ്പരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോട് പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർത്തരിക നീ സാദരം യുദ്ധമാകർണ്യതാൻ ഞാൻ ദമ്പതിമാർപ്പഴം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചോരനന്തരം പുത്രനല്ലയോധ്യാപതിയ നാഗിയം അധിപനാകിയ പ്രദീപരൻ ഞാൻ ദശരഥനെന്നു പേർ രാത്രൗവനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നെന്നതീരെ മൃഗാശയാം കുംഭത്തിൽ നീരകം പൊക്കു ശബ്ദം കേട്ടു കുംഭീവീരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേൻ അറിയാതെ അതും ബലാൽ പുത്രന് കൊണ്ട നേരത്തു കരത്തിൽ കേട്ടെത്രയും ഭീതനായിട്ടത്ര
ചൊന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നിതോ തവ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പൊക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനത് കേട്ടുഴറ്റോട്ട് വന്ന് ഇനി ജ്ഞാനികളാം നിങ്ങളെയൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റുള്ള പാപിയായോരടിയൻ അവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ. യുദ്ധമാകർണ്യ കരഞ്ഞവ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിനാൻ. പുത്രൻ എവിടെ കിടക്കുന്നിതോ ഭവാൻ, തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനത് കേട്ടവർ തമ്മെ എടുത്തതീനതയോടു എന്നുടൽ മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാർ, നീ ഇനി നല്ല ചിത ചമച്ചിടണം. ഈയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയോ അന്നേരം. പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്താരി രോഗം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാർ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യം അസത്യമായും വരാ. മന്നവനെ നേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്ര ഹാ സീതേ ജനകജേ, ഹാ ലക്ഷ്മണ രാമലക്ഷ്മണ ഹാ ഗുണബുധാംബുജേ. നിങ്ങളെയും പിരിഞ്ഞ് എൻ മരണം പുനരിങ്ങനെ വന്ന് കൈകേശഭവം സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കോസുരാലയം. ഓം നമോ ഭഗവതേ. ദുഃഖിച്ചു രാജനാരീ ജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിയാർ. വാക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും മന്ത്രികളോട് മുഴരി സസംഭ്രമം അന്തഃപുരമകം ബുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാബാലകൻ തന്നുടൽ കേടുവന്നീടായിവാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചതിന് ഇന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്ന് കേകയാവാ രാജ്യമകം ബുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊല്ലിയെന്ന് അയച്ചിടിനാൻ. സത്വരം കേകേ രാജ്യമകം ബുക്കു സത്വാ നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്രാവശിഷ്ടൻ അരുൾ ചെയ്തു വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതേക്ക് എന്നു ദൂതവാക്യം കേട്ടന്നേരം. നരാധിപൻ ബാലകന്മാരോട് പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതുവാ കുമാരന്മാരും ഏതാനും എങ്ങരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി ബുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭൃഷ്ടാലക്ഷ്മീകം
ബോധവർജിതം. വിഗതോത്സവം രാജ്യമെന്തിതം തേജോ വിഹീനമകം പൊക്കിതോ ചെന്ന് രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയെ കണ്ട് കുമാരൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ അന്തികേ. പുത്രനെ കണ്ട് സന്തോഷേണ മാതാവുമുദ്ധായ ഗാഠമാലിംഗ്യമടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചതു ഭദ്രമല്ലീ തൽക്കുലത്തിങ്കലക്കവേ. മാതാവിനും പിതൃ ഭ്രാതുജനങ്ങൾക്കുമേതുമേ ദുഃഖമല്ലല്ലേ പറകതീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമായി ഭരതനം ചൊല്ലിനാൻ ഖേദം ഉണ്ടച്ഛനെ കൺമതിനേക്കുള്ളിൽ താതനിവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു ഹേ രഹസി ഞാൻ താതനെ പണ്ടു കണ്ടിയിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്ത് എന്തുൾപ്പോവിലുണ്ടോ മേതാപവും ഭീതിയും. മൽപിതാവെങ്ങു പറയുന്നത് കേട്ട് ചൊൽപ്രിയമാശുകയും ചൊല്ലിനാൻ എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. തൊൽപിതാവെന്ന് കേട്ടോരു ഭരതനും ക്ഷോണീതല ദുഃഖവിഹ്വലയിത്തനായി വീണുവിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത ദുഃഖസമുദ്രേ നിമജ്ജമാമേതൊരു ദിക്കിന് പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങ് വെക്കണ്ടോ പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോ നിരീ ദൈവമേ. പുത്രനീ വണ്ണം കരയുന്നത് നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണും തുടച്ച് ആസ്വദിച്ചിടുക ദുഃഖേന കിംബലം. ഈശ്വര കൽപ്പിതമെല്ലാം അറിയ നീ. അഭ്യുദയം വരുത്തിയിടുക ഞാൻ തവ ലഭ്യമല്ലാമേ വലിവിച്ചത് അറിയ നീ. മാതൃവാക്യം സമാകർണ്യം ഭരതനം ഖേദപരവശ ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ രാമ ഹാ രാമ രാമ കുമാര ശ്രീരേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ ശ്രീരേ ജനകസുതേ. പുനഃപുനരാതുരനായി വിലാപിച്ചു മരിച്ചിതു. താതനത് കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകം ആരംഭ്യ സന്നദ്ധനായത് കണ്ട നേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടകൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ ചിർപ്പിതാം. പണ്ടതിൽ ഒന്നിനാൽ നിന്നെ വാഴിക്കാമെന്നും. രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപ്പൻ തന്നോടിതു കാലമർദ്ധിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വിജലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീദേവി പാതിവൃത്യാലംബ്യ ഭർത്താസമം ഗമിച്ചിടിലാൽ. ആശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. താതനവരെ നനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്ത് കൈകേയുമാഹണ്ട ശോകത്തിനെന്തൊരു കാരണം. നിനക്കു രാജ്യ
രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതോ പൂജ്യനായി വാഴ്ക സാചാവല്യം വന്നു കളഞ്ഞ നീ എന്ന് പറഞ്ഞു. കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നിയിൽ ദഹിച്ചു പോം അമ്മയെ നായി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹോഘോരെ നിസ്ത്രപേ നിർദ്ദയ ദുഷ്ടേ നിശാചരീ. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേരൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായെങ്കിലോ. കൊല്ലാം കാളകൂടം കുടിച്ചിടുവനല്ലായെങ്കിൽ വാഴരുത്താശു കഴുത്തുറത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരീ. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പുക്കാൻ. പാതേ നമസ്കരിച്ചൊരു ഭരതനെ മാതാവ് കൗസല്യം പുണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞത് ദീനയായി ഖിന്നയായ ഒരു കൗസല്യം നീ ചൊല്ലിനാൾ. കർമ്മദോഷങ്ങൾ ഇതെല്ലാം അകപ്പെട്ടിനൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബര ജഡധാരികളായി വനം പ്രാപിച്ചത് എന്നെയും ദുഃഖാംബുരാശിയിൽ താവേന മഗ്നയാക്കിയിടിനാൻ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭവാൻ മമനന്ദനായി വന്നു ജാതനായിടിനേൻ കേവലമെങ്കിലും ദുഃഖം എനിക്ക് എന്നെ പിരിയുന്നത് എന്നില്ലൊരിക്കലും. ദുഃഖമെന്നെ പിരിയും നീലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. യുദ്ധം കരയുന്ന മാതാവ് തന്നെയും സത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസമാകായിക ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൽ കൈയ്യായ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് താൻ അറിഞ്ഞതാ അത്രേതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജഡജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠനെയും ധർമ്മതാരങ്ങളും അരുന്ധതി തന്നെയും ഖഡ്ഗേന ഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ച് ഉണ്ടിടുന്നതെന്നു ഞാൻ. ഇങ്ങനെ നാനാശാപങ്ങളും ചെയ്തു ശപഥങ്ങളും ചെയ്തതിങ്ങനെ മുഖം ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ. ദോഷം നിനക്കേതും ഇല്ലെന്നറിഞ്ഞു ഞാൻ നിത്യം പറഞ്ഞു പുണർന്നു ഗാഠമുത്താങ്കേ മുകർന്നാൾ. അത് കണ്ടവരൊക്കെ വായിട്ട് വരഞ്ഞു തുടങ്ങിനാർ. അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടും അൻപോടും എഴുന്നള്ളി സന്താപമോടും തൊഴുതു ഭരതനും രോദനം കണ്ടൽ ചെയ്ത വസിഷ്ഠനും മാം ഖേദി മതിമതിക്കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളെല്ലാം രാജഭോഗങ്ങളാം ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണാദിയും മുതാ ശ്രദ്ധ ദത്വാ
ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം ലബ്ധ പുരന്തരാർത്ഥാസനം ദുർലഭം വൃത്രാരി മുഖ്യ അത്രിദശൗഖാവന്ധ്യ മായാനന്ദം ഓടിരിക്കുന്നതോ നീ ആനനം താഴ്ത്തി നേത്രാമ്പുകൊതൂകിടുന്നു. ശുദ്ധനാത്മാ ജനകനാശാനിവൻ ശുദ്ധനാത്മാ ജന്മനാശാനാദിവർജിതൻ നിത്യം നിരുപമനവേനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനം ജഗൽക്കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭങ്കുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധ വിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന് അവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരാലായം അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോം തത്സംഗം ഒന്നേ ശുഭകരമായുള്ളൂ തത്വസൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിത്യമായുള്ളത് ശാന്തി അറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം രാമനെ നിയം അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോട് എന്തൊന്നു ചെന്നതും ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമാവശാകരം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിദ്ധാർത്ഥി കളത്രാദി വസ്തുനാ വേർപെടും നേരവും ദുഃഖമില്ലേതുമേ സ്വാഭേദമെന്നാൽ സുഖദുഃഖമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളം ഉണ്ടതിനെന്നാൽ ക്ഷണഭങ്കുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തേ ദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുത കണ്ണവർക്കെന്ത് സംഭ്രമം കമ്പേ തപത്രാഗ്രലഗ്നാംബു ബിന്ദുവിൽ സംവദിച്ചിടുമായുസ്വരം പ്രാക്തനദേഹസ്ഥാകർമ്മഭിന്നയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി ജീർണവസ്തുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മ ഭേദങ്ങളറിയതീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലൂ നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല നിത്യാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. വിദ്ധാനാരകം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്വാ തുടങ്ങുക
കർമ്മസമൂഹവും സത്വരം അതും വിഷാദമുണ്ടാകൊല. സംസ്കാരകർമ്മം ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനം കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭൃത്യാമാത്യ സോദര ഉപാധ്യായയുക്തനായൊരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോടി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ച് ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നിലാഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാതിലോദകം ദ്വാദശവാസരെ ഭക്ത്യാ കഴിച്ചതു. പിണ്ടവുമാതരാൽ വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധനഗ്രാമരത്നാംബരം ഭൂഷണലേപനാതാംബൂല പൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സാദരം വീണു നമസ്കരിച്ച ആശീർവചനമാദാനവും ചെയ്ത് വിശുദ്ധനായ മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ. അദ്ദിനം നാനാ സുഹൃജനത്തോടും അനാകുലം തത്ര വൈശ്രമുനീന്ദ്രൻ മുനികുല സത്തമന്മാരുമായി വന്നു സഭാന്തികേ. അന്നൊരു ഹാസന സന്നിഭനാം മുനി സ്വർണാസനെ നരുവീടിനാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയേന. നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു വരുവിനാൻ. കുമ്പിട്ടി നിന്ന് ഭരതകുമാരനോടം ഭോജസംഭവനന്ദനം ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ശേഷികനായ ഞാനതു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പ്രഥീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പ്രത്യാപുത്രാഭ്യുദയാർത്ഥം ഏഷ കൈയ്ക്കുദത്തമായ ഒരു വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോട് അൻപോട് ചെയ്തിടുവൻ. രാജ്യം അരാജകമാം ഭവാനാൽ ഇനിത്യാജമല്ലെന്നു ധരിക്ക കുമാര നീ. താതയോഗമനുഷ്ഠിക്കുകയും വേണം. പാതകമുണ്ടാം അതെല്ലാവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നു കൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയനു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ. അവനുടെ കിങ്കരന്മാരത്രേ നിങ്ങൾ. ഇതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യനും ആന തേർക്കാലാൽ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യങ്ങളോടും സോദര ഭൂസൂദരാപ താപസമാം സാമന്തമേദിനി പാലകവൈശ്യശൂദ്രാദികളും അതിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ട് പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും ധരിച്ച് പൂണ്ട് താപസവേഷവും ധരിച്ചു ജടപൂണ്ട് താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.
ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.